സോ ഒരു ലവ് സ്റ്റോറിക്ക് 3 പാർട്ട് ആരെങ്കിലും വിശ്വസിക്കൂ? എന്നാൽ അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് 2020 ഇറങ്ങിയത്. ഞാൻ കോവിഡ് ലോക്ക്ഡൌൺ ടൈമിലാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണുന്നത്. അന്ന് പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ, ഞം അടിക്കുക പടം കാണുക, ഞം അടിക്കുക പടം കാണുക. 2022 ഇതിന്റെ സെക്കൻഡ് പാർട്ടും ആൻഡ് 2026 ഇതിന്റെ തേർഡ് പാർട്ടും വന്നിട്ടുണ്ട്. അതിനർത്ഥം ഇപ്പൊ വലിയ പണി ഉണ്ട് എന്നൊന്നുമല്ല, ഇപ്പോഴും ഞം അടിക്കുക പടം കാണുക, ഇത് തന്നെയാണ് പണി. ലവ് മോക്ടെയിൽ 3. സോ ലവ് മോക്ടെയിൽ 1ഉം 2ഉം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 3 C5 സ്ട്രീം ചെയ്യുന്നത്. സോ എപ്പോഴും ഈ സീക്വലും തേർഡ് ഇൻസ്റ്റാൾമെന്റും ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണണോ, സെക്കൻഡ് പാർട്ട് കാണണോ, തേർഡ് പാർട്ട് കാണണോ? സോ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് മനസ്സിലാവുള്ളൂ, സെക്കൻഡ് പാർട്ട് കണ്ടാൽ മാത്രമേ തേർഡ് പാർട്ട് മനസ്സിലാവുള്ളൂ. സോ ആദ്യം അതൊക്കെ ഇരുന്ന് കാണുക, എന്നിട്ട് ഇത് കാണാം. ഇതിന്റെ ഫസ്റ്റ് 2 പാർട്ടും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഫ്രാഞ്ചൈസ് ആണ് ലവ് മോക്ടെയിൽ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വേണം തേർഡ് പാർട്ട് ഇറക്കാൻ. കിട്ടു സാധനം, കിട്ടു പറഞ്ഞാൽ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ് പടം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, ഞാൻ പറയുന്നില്ല. വൺ ഓഫ് ദ ബെസ്റ്റ്, കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി. ലവ് മോക്ടെയിൽ 1, 2, 3 എടുത്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ട് ഈസ് മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 2ഉം 1ഉം ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്നതാണ് ആൻഡ് തേർഡ് പാർട്ട് ഈസ് ദ ബെസ്റ്റ്. കാരണം തേർഡ് പാർട്ടിൽ ലവ് സ്റ്റോറി അല്ല, ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, അവരുടെ ഒരു ബോണ്ടാണ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ ഇനി മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ഡാർലിംഗ് കൃഷ്ണ ആളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്, ആൾ തന്നെയാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്, ആൾ തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ആളുടെ ഭാര്യ തന്നെയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ആളുടെ ഭാര്യയുണ്ട്, സെക്കൻഡ് പാർട്ടിൽ ആളുടെ ഭാര്യയുണ്ട്, തേർഡ് പാർട്ടിലും ആളുടെ ഭാര്യയുണ്ട്. ആ കൊച്ചിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഫുട്ബോൾ ഇന്റർ മിലാനോ AC മിലാനോ അങ്ങനെ എന്തോ ആണ്, മിലാന രാജ്. സോ ഈ സിനിമ കാണാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ആദ്യത്തെ ഒരു 20 മിനിറ്റ് കണ്ടിട്ട് തള്ള ബോറിംഗ് പടം, ഇതിനെയൊക്കെയാണ് പൊക്കി അടിക്കുന്നത് അങ്ങനെ തോന്നും. ഈ 3 പാർട്ടിലും അങ്ങനെയാണ്. ഫസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ബോറിംഗ്, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, വെറുപ്പിക്കലായിട്ട് തോന്നും. പിന്നീട് കോർ പ്ലോട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിലൊരു കൊച്ചുണ്ട്, ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു വേട്ടാവളയന്റെ വെറുപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ ഇതിലൊരു കൊച്ചു വരും, ഈ മറ്റേ ഡാർലിംഗ് കൃഷ്ണയുടെ മകളായിട്ടുള്ളത്. ആ കൊച്ചു അടിപൊളിയാണ്. ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ആ കൊച്ചാണ്. ഷീ ഈസ് വെരി ക്യൂട്ട്, വെരി സ്വീറ്റ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ആ കൊച്ചു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അറിയോ. ആ കൊച്ചിന്റെ സീൻസ് വരാൻ തുടങ്ങിയ ശേഷം പടം ഓണാണ്.